ഞങ്ങളുടെ ഫ്രിഡ്ജ് റിച്ചല്ലേ. ഹലോ വ്യൂവേഴ്സ്, കെ സൈക്ലോപീഡിയയുടെ പുതിയൊരു എപ്പിസോഡ് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഡോളറമയ്ക്ക് പോവുകയാണ്. എൻ്റെ കുക്കിങ്ങിലെ പരിചയക്കുറവ് കൊണ്ടും ഒരു ചെറിയ 1-2 പറ്റുകൾ പറ്റിയത് കൊണ്ടും ഡോളറോ പോലെ പോയി കുറച്ച് സാധനം മേടിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമാണ്. വേറൊന്നുമല്ല, ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് ഞാൻ രാവിലെ ഉറക്കണീറ്റ് വന്ന് ഈ ഞങ്ങളുടെ അവിടുത്തെ സ്റ്റൗ അത് ഞാൻ കാണിച്ചു തരാം. സ്റ്റൗവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിലൊരു 5-6 ബേണേഴ്സ് ഉണ്ട്. അപ്പം വേറൊരു ബേണറിൽ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു. ബേണറിൽ പ്ലാസ്റ്റിക് പ്ലേറ്റ് നമ്മളാരും ആൻറ്റിസിപ്പേറ്റ് ചെയ്യില്ലല്ലോ, ചെയ്യുമോ? ഞാനിപ്പുറത്തെ ബേണറിൽ ഞാൻ വന്ന് ചായ വന്നു, അത് ഈ രാവിലെ അല്ലേ, ഉറക്കപ്പിച്ചിലും കൂടെ ആണല്ലോ, ഞാൻ വന്ന് ചായക്ക് വെച്ചു. അപ്പുറത്തിരുന്ന പ്ലാസ്റ്റിക് പ്ലേറ്റ് അങ്ങനെ കത്തിപ്പോയി. അതൊരു തെറ്റാ. അങ്ങനെ ഒരു ചെറിയ പറ്റി. അപ്പോൾ അത് വേറൊരു കുട്ടിയുടെ പ്ലേറ്റ് ആയിരുന്നു. അതുപോലെ ഞാൻ പുള്ളിക്കാരോട് സോറിയൊക്കെ പറഞ്ഞു. വേറെ ചെയ്യാമല്ലോ. നമ്മുടെ റൂമിൽ 2 പെൺകുട്ടികളും 3 പയ്യന്മാരുമായിട്ടാണ്. 3 റൂമുണ്ട്. 1, 2, 3, 4 3 റൂമുണ്ട്. അതിൽ 1, 2, 4 റൂമുണ്ട് കേട്ടോ, സോറി. അതിൽ 3 പുരുഷന്മാർ സിംഗിൾ റൂമിൽ, 2 പെൺകുട്ടികൾ ഒരു റൂം ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു കുട്ടിയുടെ പ്ലാസ്റ്റിക് പ്ലേറ്റിൽ ഞാനൊരു ദ്വാരകാപുരി, ഒരു ദ്വാരം ഇട്ട് ഒരു ഹോൾ ഉണ്ടായിപ്പോയി ഇത് കത്തിയപ്പോഴത്തേക്ക്. അപ്പോൾ അതൊരെണ്ണം മേടിച്ചു കൊടുക്കുന്നതാണല്ലോ എൻ്റെ ഒരു മര്യാദ. അപ്പോൾ ഡോളറാമയിൽ പോയി ഒരെണ്ണം മേടിക്കണം. പിന്നെ ഞാൻ ഇത്രയും നാളെ ഇവിടെ വന്നിട്ടും ഇത്രയും നാൾ ഇവിടെ ഈ നെക്ക് പില്ലോ ഉണ്ടല്ലോ, നമ്മൾ നെക്ക് പില്ലോയിലാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഞാൻ പില്ലോ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഉറങ്ങിയപ്പോൾ ഒരു സുഖം കിട്ടിയില്ല. അപ്പോൾ വിചാരിച്ചു ഒരു പില്ലോ മേടിക്കണം, പിന്നെ ഒരു ഡസ്റ്റ്ബിൻ മേടിക്കണം. പിന്നെ ഇന്നലെ അതിലൊരു കുട്ടിയുടെ കൈ തട്ടി നമ്മൾ ഈ എണ്ണയൊക്കെ ഒഴിച്ച് വെക്കുന്ന ഒരു കുപ്പി ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് തുള്ളിയായിട്ട് എണ്ണ കിട്ടുന്നൊരു സാധനം ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. മൊത്തം നഷ്ടമാണ് കേസ്. അപ്പോൾ ഇതെല്ലാം മേടിക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഡീൻ പാർക്ക് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഡീൻ പാർക്ക് ആരും മറക്കരുത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ സൈക്കിൾ ലൈൻ ഉണ്ട്. അപ്പോൾ ഞാൻ റോഡിലോട്ട് ഇറങ്ങാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് ക്യാമറ ഓൺ ചെയ്ത് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അണ്ണൻ ചാടി പോകുന്നുണ്ടോ? അപ്പോൾ ഗൈസ്, ആദ്യമായിട്ട് ഒരു ചെറിയ നല്ല കാര്യം നടന്നിരിക്കുകയാണ്. എൻ്റെ ഒരു കണക്ക് കൂട്ടൽ ശരിയായിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഡോളറോമ. അതായത് കറക്റ്റായിരുന്നു. ഇതെനിക്ക് മാപ്പ് ഇല്ലാണ്ട് ഇവിടെ മാനേജ്ഡ് എന്നുള്ളൊരു ഫീൽ കിട്ടി. അപ്പോൾ അതായത് ബേസിക്കലി ഷെപ്പേർഡ് അവന്യൂ റോഡിൽ നിന്ന് അവിടെ ആ ഇൻ്റർസെക്ഷൻ്റെ പേര് മാത്രം ഒന്ന് മേടിച്ചു വേണം. ഇതേ ഡോളറാമ കേട്ടോ. അത് ഇവിടെ വന്നാണ് നമ്മളിത് മേടിച്ചത്. എന്താണ് നമുക്ക് സൈക്കിളിൻ്റെ അപ്പോൾ ഒരു കൂട്ടൊക്കെ മേടിച്ചില്ലേ, കൂട്ട് മേടിച്ച അതേ സ്ഥലത്തോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഡോളറാമയും ഷോപ്പസ് ട്രക്ക് മാർക്കറ്റ്. അപ്പോൾ കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഡോളറാമയിൽ വരാൻ ഗൂഗിൾ മാപ്സിൻ്റെ സഹായം വേണ്ട. ദെയർ യു ഗോ, ഡോളറാമ. അപ്പോൾ അകത്തോട്ട് കയറാണേ. അങ്ങനെ ഡോളറാമയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചേറെ സാധനം മേടിച്ചു. എൻ്റെ ഈ സാധനം മേടിക്കാൻ ആക്ച്വലി കാർ തന്നെ വേണ്ടി വരും തോന്നുന്നു. ഇതുണ്ടോ, എനിക്കൊരു പ്ലേറ്റ് ഓർഗനൈസറും കുറേ സാധനങ്ങളെല്ലാം മേടിക്കേണ്ടി വന്നു. ഇതിനി ഇങ്ങനെ കൊണ്ടുപോകുന്നത് ആക്ച്വലി അത്ര സേഫ് അല്ല. കാരണം 3-4 കിലോമീറ്റർ ഉണ്ട്, റോഡിലൂടെ പോകാൻ വേണം. നോക്കട്ടെ കേട്ടോ, എന്താ ചെയ്യാന്ന് അറിയില്ല. ഈ ബാഗിനകത്ത് സ്ഥലമില്ല. ഒരു പില്ലോ മേടിച്ചപ്പോൾ ബാഗ് നിറഞ്ഞു പോയി. പിന്നെ ഇതൊന്നും കുത്തിക്കയറ്റാനുള്ള സ്ഥലമില്ല, ആകെ ടൈറ്റായി പോയി. അപ്പോൾ ഇതൊന്ന് കൊണ്ടുപോകാം, നോക്കാം. ഇങ്ങനെ വെച്ച് പതുക്കെ നൈസായിട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിൽ വന്നു. ഈ കുറച്ച് സാധനങ്ങൾ കൂടുതലുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വീഡിയോ എടുക്കാൻ നിന്നില്ല. തലമുടിയൊക്കെ ആകെ നാശമായല്ലോ. ഓക്കെ, സൈക്കിൾ ഞാൻ കൊണ്ട് ഇവിടെ വെച്ചിട്ട് സൈക്കിളിനെടുത്ത് ഗരാജിലോട്ട് വെക്കണം. അതിനകത്ത് അതൊരു ചെറിയ ടാസ്ക്കാണ്. ചെറിയ ടാസ്ക്കൊന്നുമല്ല, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് വേറെ കുറച്ച് പേരുടെ നടപ്പാതയും കൂടെയാണ്. അപ്പോൾ വേറെ ഒബ്സ്ട്രക്റ്റ് ചെയ്യാതെ ഇങ്ങോട്ട് വെച്ചാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ കഴിയും. എന്നിട്ട് ഈ ഡോറ് നമ്മൾ നൈസായിട്ട് ലോക്ക് ചെയ്യുന്നു. ഇത് ബേസ്മെൻറ്റിലോട്ടുള്ള വഴിയാണ്. ഈ ഡോറും ലോക്ക് ചെയ്യുന്നു. യെസ്, എന്നിട്ട് നമുക്ക് നമ്മുടെ സാമ്രാജ്യത്തിലോട്ട് പോകാം. അപ്പം ഞാൻ എന്താണ് മേടിച്ചത് എന്ന് കാണിച്ചു തരാം. ആദ്യം എൻ്റെ റൂമിലോട്ട് നോക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ 8 റൂം. ഇത്രയും വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഒരു ടേബിളും ഒരു ചെയറും കൂടെ വരണം, എന്നാലും ഈ ലാപ്ടോപ്പിനൊക്കെ ഒരു കുറച്ച് ആശ്വാസം കിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ട
ഞാൻ ഇതിൽ കിടന്നാണ് ഗൈസ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. എത്ര പാടായിരുന്നു ആലോചിച്ചത്. ഞാനതിനിവിടെ സെറ്റാക്കി. ആദ്യം ചെയ്യേണ്ടത് ഇതാണ് എൻ്റെ പില്ലോ. ഇനി ഒരു പില്ലോ കവർ അത് സൗകര്യം പോലെ മേടിക്കണം. തൽക്കാലം ഇതിൽ ഓടിക്കാം. അല്ല, പില്ലോ കവറിൻ്റെ ഉണ്ട്. എന്നോട് കളി. അത് പില്ലോ കവറിൻ്റെ ഉണ്ട്. ഇനി കുറച്ച് സാധനങ്ങൾ ഇവിടെ മേടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് താഴെപ്പോയിട്ട് കാണിച്ചു തരാമേ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ബേസിക്കലി അടുക്കളയിലേക്ക് മേടിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ്. കാരണം ഇതാണ് ഞാൻ മേടിച്ചത്. ഞാൻ ഹോൾ ഇട്ടു എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, ഇതാണ് എൻ്റെ പാത്രങ്ങളിലിരിക്കുന്ന സ്ഥലം. ഇത്രയും ചെറിയൊരു ഹോള്. ഇതൊരു തെറ്റാ. അപ്പം കണ്ടോ, അതേ ഏതാണ്ട് അതേ കളർ തന്നെയുള്ളവർക്ക് മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വീണ് പൊട്ടി. ഇതിൻ്റെ ഗ്ലാസ്. അപ്പോൾ ഇതുകൊണ്ട് ഇത് പൊട്ടാത്ത പ്ലാസ്റ്റിക്. ഇനി എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് തന്നെ തോന്നി ഞാൻ ഒട്ടും ഓർഗനൈസ്ഡ് അല്ല എന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓർഗനൈസ് ആവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഈ 3 എണ്ണം മേടിച്ചത് എൻ്റെ ഈ മസാല ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടാണ്. ഇതെനിക്ക് എൻ്റെ പാത്രങ്ങൾ അടുക്കാനും വേണ്ടിയിട്ടാണ്. എന്താ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ പാത്രങ്ങളൊക്കെ കിടക്കുന്നത്. കണ്ടോ, ബഹുത്ത് ബഡാ കച്ചറ ഹേ. അപ്പോൾ ഇതിനൊന്ന് ഓർഗനൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണിയെന്ന് പറയുന്നത് ഇവിടെ ചെറുതായിട്ടുണ്ടല്ലേ. ഇതിനൊന്ന് ഓർഗനൈസ് ചെയ്യാന്നുള്ളതാണ്. ഞാനിപ്പോൾ കുറച്ച് അടുക്കി പിറക്കിയൊക്കെ വെക്കട്ടെ. നിങ്ങളിത് കണ്ടു. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് സ്പൂണുകൾ മേടിച്ചിട്ടുണ്ട്. കാരണം ഇത് $2, $1.25. വേറെ നിവർത്തിയില്ലായിരുന്നു. കാരണം ഈ സ്പൂണ്, അതായത് ഇപ്പോൾ എൻ്റെ മസാലകളൊക്കെ ഞാൻ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതുണ്ട്. ഇതിനെല്ലാം കൂടെ ഒന്നിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതിനെ ഓരോരോ പാത്രങ്ങളിലായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം നല്ല നീറ്റായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കില്ലേ. അപ്പോൾ അതാണ് ഗാന്ധിജി സ്വപ്നം കണ്ട കിനാശി. അതിനു വേണ്ടിയാണ് ഞാനിന്ന് പോയത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പ്ലേറ്റ്സും ഇവിടെ എനിക്ക് ഈ കച്ചറ പറ്റുന്നില്ല. എനിക്ക് കുറച്ച് OCD കയറിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം കേട്ടോ. വീട്ടിൽ വെച്ച് എനിക്കിങ്ങനെ ക്യാവോസ് എനിക്ക് ഇഷ്ടമായിരുന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് ഈ ക്യാവോസ് ഒട്ടും തന്നെ പറ്റുന്നില്ല. മൊത്തം ഓർഗനൈസ്ഡ് ആയിട്ട് നീറ്റായിട്ട് വെക്കണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു മൈൻഡ്. എന്താണാവോ, എത്ര നാളുണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇപ്പോൾ ഒരു മൈൻഡിലാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് നീറ്റായിട്ട് വെച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. അങ്ങനെ കഴിച്ച് ഞാൻ ഉപ്പിനെ ഇതിൻ്റെ അകത്തോട്ടാക്കിയിട്ടുണ്ട്. ഉപ്പ് സെറ്റായി. അടുത്ത് മഞ്ഞൾപ്പൊടി. ഇതിനെല്ലാത്തിനും കൂടെ ഞാൻ ഒന്നിനകത്ത് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര മോശമല്ലേ അത്. അടുത്ത മഞ്ഞൾപ്പൊടി എടുക്കുന്നു. അതിന് ഞാൻ ഇതിൻ്റെ അകത്തിടുന്നു. അതോ ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഓവർ ദിസ് ഇതിൻ്റെ അകത്ത് നിന്നിട്ട് നോക്കാം. സെറ്റാണെന്ന് തോന്നുന്നു. യെസ്, നമുക്ക് ഈ അടുക്കളയിലൊന്നും കയറി അധികം ശീലമില്ലാത്തതുകൊണ്ടേ ആകെ പാടാണ്. തുടക്കത്തിലൊരു ബുദ്ധിമുട്ട്, അത് കാര്യമാക്കണ്ട, പിന്നെ അങ്ങ് ശീലമായിക്കോളൂ എന്നല്ലേ നിങ്ങളിപ്പോൾ മനസ്സിൽ പറഞ്ഞത്. ഞാനും എന്നോട് അത് തന്നെയാണ് മനസ്സിൽ പറയാറുള്ളത് കേട്ടോ. ഇങ്ങനെ മഞ്ഞൾപ്പൊടി സെറ്റ്. ഈ നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ വേസ്റ്റ് ഒക്കെ പല കാറ്റഗറൈസ് ആയിട്ട് തിരിച്ചിട്ട് അതിന് പല രീതിയിലാണ് അവർ സംസ്കരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇവിടെ എടുത്തുകൊണ്ട് പോകുന്നതിനും പ്രത്യേകിച്ച് കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് വേസ്റ്റ് ഒരിടത്ത്, മറ്റേ വേസ്റ്റ് വേറൊരിടത്തൊക്കെയാണ് വയ്ക്കേണ്ടത്. ഇതിന് ആക്ച്വലി ഇത്രയും നീളം വേണ്ട. അപ്പം ഞാൻ ഇതിനിവിടെ വെച്ചിട്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അതും സെറ്റ്. ഇതിൻ്റെ ഇടപ്പെടുക്കുന്നു, ഇതിൻ്റെ അടച്ചു വയ്ക്കുന്നു. ആഹാ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി അല്ലേ. സെറ്റ്. അപ്പോൾ അതായി. അപ്പോൾ ഇങ്ങനെ കുറേ മസാലപ്പൊടികളെല്ലാം ഉണ്ട്. ഞാൻ എല്ലാത്തിനും ഒന്ന് അടുക്കി പറക്കിക്കോട്ടെ കേട്ടോ. ഗൈസ്, ഇത് കണ്ടോ, ഇത് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ തോരനാണ്. അതിപ്പോൾ ബാക്കി വന്നു. അത് ആൾക്കാർ കഴിക്കാത്തതുകൊണ്ടല്ല, ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും. ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ്. റിച്ച് അല്ലേ. ആഹാരത്തിനൊന്നും ഒരു പഞ്ഞമില്ലല്ലേ. ഇത് ദരിദ്രരായ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്ന അവരുടെ ഫ്രിഡ്ജ് പോലെ തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഫ്രിഡ്ജുകളെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം എല്ലാവരും അപ്പം ഉണ്ടാക്കി കഴിക്കാനെന്നുള്ള സമയമൊന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഇതുപോലെയൊക്കെയുള്ള പരിപാടികൾ തന്നെയായിരിക്കും ചെയ്യുക. ഇങ്ങനെ ഫ്രിഡ്ജിലുണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഓടിക്കുന്ന പരിപാടിയൊക്കെ തന്നെയായിരിക്കും.
യാ അപ്പോൾ ഇനി ഇവിടെ ഈ സൈഡും കൂടെ കുറച്ച് ഒതുക്കാനുണ്ട്. എൻ്റെ സൈഡ് കണ്ടോ, എൻ്റെ സൈഡെല്ലാം നീറ്റായി. ആഹാ, എന്ത് ഭംഗിയായി. ഈ നേരത്തെ കടന്നത് വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ എത്രയോ ഓർഗനൈസ്ഡ് ആയിട്ട് ഒതുങ്ങി ഒരു സൈഡിൽ എല്ലാം കൂടെ സെറ്റായിരിപ്പുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ട്. പാത്രം കൂടെ കഴുകിയിട്ട് പോയിട്ട് അസൈൻമെൻറ്റ് എഴുതാനുണ്ട്. ഒരുപാട് ജോലിയുണ്ട്. ബാ, കണ്ടോ ഗൈസ്, എല്ലാം വളരെ നീറ്റായിട്ട് ഓർഗനൈസ് ആയിട്ടുണ്ട്. പാത്രം കഴുകിയിട്ടുണ്ട്. യാ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഈ കോളേജിൽ ഭയങ്കര പഠിപ്പീരാണ് കേട്ടോ. പഠിപ്പിച്ച് അവരൊരു വഴിയാക്കും. അപ്പോൾ ഇന്നത്തെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് അസൈൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതണം. അപ്പോൾ അതിന് മുന്നേ ഞാനിപ്പോൾ റൈഡ് കഴിഞ്ഞ് വന്നിട്ടല്ലേ ഉള്ളൂ. ഇഷ്യൂ ഭയങ്കര ടൈപ്പ് അല്ലേ. യെസ്, ഞാൻ വീണ്ടും പഠിച്ച് തന്നിരിക്കുകയാണ്. അസൈൻമെൻറ്റ് എഴുതണം. അപ്പോൾ അതിന് മുന്നേ ഒന്ന് കുളിക്കണം. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലൊരു വീഡിയോ കോണ്ടൻറ്റ് ഇഷ്ടമാണെന്ന് 1-2 പേര് കോമൻറ്റ് ചെയ്ത് കണ്ടു. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കും. ഇവിടെ ഫണ്ണാണ്. എൻ്റെ റൂംമേറ്റ്സിനെ, അതായത് ഈ ഹോം മേറ്റ്സിനെയൊക്കെ പരിചയപ്പെടുത്താം. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കോണ്ടൻറ്റുകൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. ശരി, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വീഡിയോ ആയിരുന്നു തോന്നുന്നു. എന്തായാലും കൂടെ കണ്ടുകൊണ്ടിരുന്നവരോടെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.